എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രിഞ്ചാൽ ഫ്രൈ ആണ്, വഴുതനങ്ങ ഫ്രൈ ആണ്. അതിനായിട്ട് ഒരു വലിയ വഴുതനങ്ങ നന്നായി കഴുകിയതിന് ശേഷം വെച്ചിരിക്കുകയാണിത്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് കഴുകിയതിന് മുമ്പ് ഇത് നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചെറുതും ആക്കരുത്, ഒത്തിരി വലുതും ആക്കരുത്. ഒരു മീഡിയം സൈസ് രീതി ഇത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിന് നമുക്കിതെങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഈ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. മീഡിയം സൈസ് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയ മസാല പറയാം. ഞാൻ 2.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം, അപ്പോൾ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. പക്ഷേങ്കിൽ വെളിച്ചെണ്ണ ഇടുമ്പോൾ ഫ്രൈ ചെയ്യാൻ വളരെ നല്ല, ബ്രിഞ്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുറച്ച് മതി. വഴുതനങ്ങയുടെ അനുസരിച്ച് മുളക് പൊടി യൂസ് ചെയ്യുക. ഇത് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമുക്കിത് ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുരട്ടി കൊടുക്കാം. എല്ലാത്തിലും മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. നമുക്കിനി വഴുതനങ്ങ ഫ്രൈ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വഴുതനങ്ങ ഈ മീനാണേലും നമ്മൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കറിവേപ്പിലൊക്കെ ഇട്ട് ചെയ്താൽ അതിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.